ഈ വീഡിയോ അങ്ങ് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് കമൻറ്റ്സ് വരും. എന്താണ് ഈ വീഡിയോയിൽ നിങ്ങൾ പ്രൈസ് പറയാത്തത്, പ്രൈസ് എന്താണ് ഹൈഡ് ചെയ്യുന്നത്, എന്തൊക്കെയോ നിങ്ങൾ മറക്കുന്നുണ്ടല്ലോ എന്നൊക്കെ. നമ്മൾ നിൽക്കുന്നത് പാനൽസിൻ്റെ നടുക്കുള്ള വാക്ക് വേയിലാണ്. ഇങ്ങനെയുള്ള പാറ്റേൺ ഉള്ളവർക്കാണ് ഹൈബ്രിഡ് ഏറ്റവും ഉപയോഗകരമാകുന്നത്. അപ്പോൾ നമുക്ക് ഇതിലെ ഡിസ്പ്ലേ പാരാമീറ്റേഴ്സ് നോക്കുവാണെങ്കിൽ സ്കീം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 കിലോ വാട്ടിന് 30,000 രൂപയും 2 കിലോ വാട്ടിന് 60,000 രൂപയും 3 കിലോ വാട്ടിന് ഹലോ വൺ സോളോ കാറിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ എന്നുള്ളത് തൃശ്ശൂർ മാളയിലാണ്. എനിക്ക് നേരെ ബാക്കിൽ കാണുന്നതാണ് 5 കിലോ വാട്ടിൻ്റെ ഹൈബ്രിഡ് പവർ പ്ലാന്റ് വരുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പാനൽ എന്ന് പറഞ്ഞാൽ ലൂമിനസിൻ്റെ 540 വാട്ടിൻ്റെ 10 പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 5 പാനൽ, ഒരു സ്ട്രിങ്ങും, അതുപോലെ അതിന് നടുക്കൂടെ വാക്ക് വേ, അത് തൊട്ട് താഴെയായിട്ട് അടുത്ത സെറ്റാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ എക്സൈഡിൻ്റെ സോളാർ ട്യൂബുലർ 6LMS ബാറ്ററിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബാറ്ററി എന്ന് പറയുന്നത് 6LMS കാറ്റഗറിയിലെ എക്സൈഡിൻ്റെ വരുന്നത് C10 റേറ്റഡ് ബാറ്ററിയാണ്. നമുക്ക് സോളാർ പ്രോജക്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ ഉത്തമമായ ടൈപ്പ് ബാറ്ററീസാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സൈഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഓർഡർ തന്നിട്ട് ഞങ്ങൾ വിത്തിൻ എ വീക്ക് ഞങ്ങളുടെ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ ഇന്ന് ഞങ്ങൾ സിസ്റ്റം കോൺഫിഗർ ചെയ്ത് ഫൈനൽ കണക്ടിവിറ്റിക്ക് വന്നു. പക്ഷേ ഇന്നിപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ KCB വരെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഈ സിസ്റ്റം KCB കണക്ടിവിറ്റി കിട്ടിയത് വളരെ ഫാസ്റ്റായിട്ടായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ ഉടനീളം സോളാർ ഇൻസ്റ്റലേഷൻസ് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നതാണ്. പല KCB സെക്ഷനും മീറ്ററിൻ്റെ ഷോർട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സിംഗിൾ ഫേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അപ്രൂവൽ കിട്ടുകയാണ് ചെയ്തത്. ഇവിടുത്തെ കസ്റ്റമർ മെയിനായിട്ട് ഹൈബ്രിഡിലേക്ക് ചിന്തിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞത് വോൾട്ടേജ് ഫ്ലക്ച്വേഷനാണ്. ഞങ്ങളിവിടെ വർക്ക് ചെയ്യേണ്ടിരിക്കുമ്പോൾ പോലും അറൗണ്ട് ഒരു 190 വോൾട്ട്, 200 വോൾട്ട്, 204 ഈ ഒരു ഓപ്പറേറ്റിംഗ് റേഞ്ചിലാണ് ഇവിടെ നോർമലി വരുന്നത്. കാര്യം ഒരു ട്രാൻസ്ഫോമർ കുറച്ച് അകലെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരു ഗ്രാമപ്രദേശമാണ്, പക്ക കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയാണ്. കുറച്ച് ഉള്ള ഏരിയ ആയതുകൊണ്ടാകാം നമുക്ക് വോൾട്ടേജ് ഇഷ്യൂസ് ഇവിടെ നന്നായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കിനെയൊക്കെ അത് നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിലേക്ക് അദ്ദേഹം ചൂസ് ചെയ്തത്. ഹൈബ്രിഡ് നമുക്ക് ലിഥിയം ബാറ്ററിയിൽ ചെയ്യാം, അതുപോലെ ലെഡ് ആസിഡ് ബാറ്ററി ചെയ്യാം. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 200Hൻ്റെ 6LMS എക്സൈഡിൻ്റെ സോളാർ ട്യൂബുലർ ബാറ്ററീസാണ്. 4 ബാറ്ററീസാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കാര്യം ഇവിടെ ബാക്കപ്പ് വളരെ മാൻഡേറ്ററി ആണ്. കാര്യം ഇപ്പോൾ ഡേ ടൈമിൽ ഇവിടെ പവർ ഔട്ടേജ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അതിന് ഒരു പരിഹാരം കൂടെ ആയിട്ടാണ് ഇവിടെ ഓൺ ഗ്രിഡ് ഒരു കാരണവശാലും ഫീസിബിൾ അല്ല. കാര്യം ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ പോലും ഞാൻ പറഞ്ഞു 200 വോൾട്ടൊക്കെയാണ് ഒരു ആവറേജ് കീപ്പ് ചെയ്യുക. അപ്പോൾ ഇവർക്ക് യൂസേജും അധികമുണ്ട്, അതുപോലെ ബാക്കപ്പും വേണം. ഇങ്ങനെയുള്ള പാറ്റേൺ ഉള്ളവർക്കാണ് ഹൈബ്രിഡ് ഏറ്റവും ഉപയോഗകരമാകുന്നത്. ഇപ്പോൾ കേരളം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ എനർജി ക്രൈസിസിലൂടെയാണ്. കാര്യം ഡേ ടൈമിൽ തന്നെ പല ഏരിയാസിലും വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് നന്നായിട്ടുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് ഓൺ ഗ്രിഡിനെ അല്ല. കാര്യം ഓൺ ഗ്രിഡിന് നമുക്കൊരു സ്പെസിഫിക് വോൾട്ടേജ് റേഞ്ച് ഉണ്ട്. ആ റേഞ്ചിൽ മാത്രമേ ഓൺ ഗ്രിഡ് വർക്ക് ചെയ്യൂ. ടൗൺ ഏരിയാസിലാണെങ്കിൽ ഓവർ വോൾട്ടേജ് ഷൂട്ടപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്യുകയും അതുപോലെ എക്സസ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന സിസ്റ്റമാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ഇനി കേരളത്തിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഹൈബ്രിഡിലേക്ക് തന്നെ ആയിരിക്കും. കാര്യം എനർജി സ്റ്റോറേജ് ഒരു വളരെ മാൻഡേറ്ററി ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ ഹൈബ്രിഡിൻ്റെ ഒരു ഡിഫിക്കൽട്ട് സൈഡ് എന്ന് പറയുന്നത് ഹൈബ്രിഡിന് എക്സ്പെൻസീവ് ആണ്. ഇൻവെർട്ടറിൻ്റെ കോസ്റ്റും അതുപോലെ ബാറ്ററിയുടെ കോസ്റ്റൊക്കെ കൂടി വരുമ്പോഴേക്കും ഇത് നല്ല കോസ്റ്റിലേക്ക് പോകാറുണ്ട്. അപ്പോൾ അത് ഇനി വരും കാലങ്ങളിലൊക്കെ കുറഞ്ഞു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്താ ഹൈബ്രിഡ് ചെയ്താൽ സബ്സിഡി കിട്ടുമോ? യെസ്, ഹൈബ്രിഡിൽ എന്തായാലും സബ്സിഡിയിൽ ക്ലെയിം ചെയ്യാൻ പറ്റും. MNREയുടെ DBT സ്കീമിൽ നമുക്ക് ഹൈബ്രിഡ് പ്രോജക്റ്റിനും സബ്സിഡി ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. 3 കിലോ വാട്ട് മുതൽ 10 കിലോ വാട്ട് വരെയുള്ള റേഞ്ചിലാണ് DBT സ്കീം കൂടുതലായിട്ട് ഇൻസ്റ്റലേഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്കൊരു 3 കിലോ വാട്ടിൻ്റെ സിസ്റ്റമൊക്കെ ആണെങ്കിൽ ഒരു 78,000 രൂപയും, 5 കിലോ വാട്ടാണെങ്കിൽ 78,000, 10 കിലോ വാട്ടാണെങ്കിൽ 78,000. കാര്യം കൂടുതൽ ഇൻസ്റ്റലേഷൻ നടക്കാനാണ് MNRE ആ ഒരു സ്കീം ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി സ്കീം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 കിലോ വാട്ടിന് 30,000 രൂപയും, 2 കിലോ വാട്ടിന് 60,000 രൂപയും, 3 കിലോ വാട്ടിന് 78,000 രൂപയാണ് അതിൻ്റെ സബ്സിഡിയുടെ ഡിസൈൻ വരുന്നത്. പക്ഷേ കോസ്റ്റ് വൈസ് നമുക്ക് ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ളതാണ് 3 കിലോ വാട്ട്. കാര്യം ചെറിയൊരു വീടിനെ സംബന്ധിച്ച്, ഒരു 2000 സ്ക്വയർ ഫീറ്റ് വീടിനെ സംബന്ധിച്ചിട്ട് ഒരു 4 യൂണിറ്റ് കിട്ടിയിട്ട് അവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കില്ല ഓൺ ഗ്രിഡ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ഒരു മിനിമം ഒരു 12 യൂണിറ്റിൻ്റെ സിസ്റ്റം, ദാറ്റ് ഈസ് കോൾഡ് നമുക്കൊരു 3 കിലോ വാട്ടിൻ്റെ സിസ്റ്റം, ആ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയാണ് നമുക്ക് ഇത്രയും സബ്സിഡിയും കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിട്ട് തന്നെ അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സിസ്റ്റത്തെ പറ്റി നോക്കിയാലോ? യെസ്, മുകളിൽ കാണുന്ന ഷീറ്റിൻ്റെ മുകളിലാണ് നമ്മൾ പാനൽ അലൈൻ ചെയ്തിരിക്കുന്നത്. ഇത് സൗത്ത് സൈഡ് ഇൻക്ലിനേഷൻ കിടക്കുന്ന ഷീറ്റാണ്. അറൗണ്ട് ഒരു 12-13 ഡിഗ്രി ഇൻക്ലിനേഷൻ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഷീറ്റിൻ്റെ മുകളിൽ ചെറിയൊരു റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ പാനൽ അലൈൻ ചെയ്തിരിക്കുന്നത്. അതിനടുത്ത് നമ്മൾ വാക്ക് കൊടുത്തിട്ടുണ്ട്, നമുക്കത് കാണാം. അതിന് മുന്നേ DCDB
മുകളിൽ നിന്ന് പാനലിൽ നിന്നുള്ള ലൈൻ നേരെ വന്ന് നമ്മുടെ DC-DV ബോക്സിലാണ് കയറുന്നത്. 2 സ്ട്രിങ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. SPD-യും സർജ് പ്രൊട്ടക്റ്റേഴ്സ് എല്ലാം നമ്മൾ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. SPD നേരെ താഴത്തേക്ക് സെപ്പറേറ്റ് പൈപ്പിലൂടെ പോയി തന്നെ ഗ്രൗണ്ട് ആവുന്നു. അഗെയിൻ AC സൈഡ് പറയുവാണെങ്കിൽ AC സൈഡ് നമ്മൾ 32 ആംപിയറിൻ്റെയാണ് MCB സെറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇൻവെർട്ടർ, ഇതാണ് നമ്മുടെ ഹൈബ്രിഡിൻ്റെ സാക്ഷാൽ ഇൻവെർട്ടർ. ഇതിപ്പോൾ ഈ മോഡൽ കൂടി കഴിഞ്ഞു കേട്ടോ. കാര്യം ഇനി വരുന്നതൊക്കെ എനിക്ക് കിട്ടിയ അപ്ഡേറ്റ് പ്രകാരം പുതിയ ബൈഫേഷ്യൽ പാനലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്കുള്ള 20 ആംപിയർ റേഞ്ച് കപ്പാസിറ്റിയുള്ള പുതിയ മോഡലാണ് ഇനി ഡൈയിൽ നിന്ന് വരുന്നത്. അത് വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ തന്നെ ചെയ്യുന്നത്. കാര്യം ഡൈയുടെ ഒരു അൺബോക്സിങ് വീഡിയോ, നമ്മുടെ ഹൈബ്രിഡ് ഇൻവെർട്ടറിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരു വീഡിയോ കൂടി നമ്മൾ എന്തായാലും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലെ ഡിസ്പ്ലേ പാരാമീറ്റേഴ്സ് നോക്കുവാണെങ്കിൽ 2.96 kW ഇപ്പോൾ പാനലിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് ഒരു 1.5 ടൈമാണ്. അത്യാവശ്യം ഒരു ചെറിയൊരു മൂടിയ ക്ലൈമറ്റാണ് ഇവിടെ. നമുക്ക് എക്സ്പോർട്ട് കാണാം, അറൗണ്ട് ഒരു 1.78 kW ഇപ്പോൾ എക്സ്പോർട്ട് പോകുന്നുണ്ട്. ഹൗസ് ലോഡ് ആണെങ്കിൽ വളരെ മിനിമലാണ്. അതുപോലെ ബാറ്ററി ആണെങ്കിൽ 62% ബാറ്ററിയിലേക്കുള്ള ചാർജിങ്ങും ആസ് വെൽ ആസ് നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഇൻവെർട്ടേഴ്സ് എല്ലാം അവരുടെ സൈസ് ഭയങ്കര മിനിമൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഡൈയുടെ മെഷീൻ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഇത് ഇനി ഉടനെ കംപ്രസ് ആകേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. കാര്യം ഇത് കുറച്ച് ഹെവി ആയിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി പുതിയ മോഡലൊക്കെ വരുമ്പോഴേക്കും ഇത് ഇവരുടെ R&Dയിലൊക്കെ അപ്ഡേഷൻസ് ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. യെസ്, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നേരെ ഇതിൻ്റെ മുകളിൽ കാണുന്ന ഷീറ്റ് ഏരിയയിലാണ് നമുക്ക് പാനൽ വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഈ ലാഡർ വഴി നമുക്ക് ഇതിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നിൽക്കുന്നത് പാനൽസിൻ്റെ നടുക്കുള്ള വാക്ക് വേയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു ഇൻക്ലിനേഷനെ പറ്റി പറഞ്ഞിരുന്നു. നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏരിയ ആണ്. ഇവിടെ വേറെ ഒരു ഓപ്പൺ ഷെയ്ഡ് കാര്യങ്ങളൊന്നുമില്ല. പാനലിന് അത്യാവശ്യം നല്ല റേഡിയേഷൻ കിട്ടുന്ന രീതിക്കാണ് പാനൽസ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു 5 പാനൽ ഒരു അറേ ആയിട്ടും ഇത് ഒരു ലൈൻ വഴി താഴത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ 5 പാനൽ അടുത്ത അറേയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും 2 സെപ്പറേറ്റ് സ്ട്രിങ് ആയിട്ട് തന്നെ നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ അങ്ങ് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് കമൻറ്റ്സ് വരും. എന്താണ് ഈ വീഡിയോയിൽ നിങ്ങൾ പ്രൈസ് പറയാത്തത്, പ്രൈസ് എന്താണ് ഹൈഡ് ചെയ്യുന്നത്, എന്തൊക്കെയോ നിങ്ങൾ മറക്കുന്നുണ്ടല്ലോ എന്നൊക്കെ. പക്ഷേ പ്രൈസ് പറഞ്ഞാലുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നത് ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടാകാം, അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ടാകാം. പ്രൈസ് കൂടാം, ചിലപ്പോൾ കുറയാം. ആ സമയത്ത് നിങ്ങൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്തുള്ള റേറ്റ് നിങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ പ്രൈസിങ്ങിൻ്റെ കാര്യം ഒരു വീഡിയോയിലും ഡിസ്ക്ലോസ് ചെയ്യാത്തത്. ടെൻറ്റേറ്റീവ് പ്രൈസിങ് എപ്പോഴും പറയും, പക്ഷേ ടെൻറ്റേറ്റീവ് പറഞ്ഞാലും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ വരുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ പ്രൈസ് പറയാത്തത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു 5 kW ഹൈബ്രിഡ് പവർ പ്ലാന്റാണ് കണ്ടത്. ലെഡ് ആസിഡ് ബാറ്ററിയിലാണ് നമ്മൾ ഈ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. ഹൈബ്രിഡിനെ പറ്റിയുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. കേരളത്തിലുടനീളം നമ്മൾ സോളാർ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ടെങ്കിലും താഴെ കമൻറ്റിലൂടെയോ വാട്സപ്പ് ചാറ്റ് വഴിയോ നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ വെറൈറ്റി വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ ആയിരിക്കും. മറ്റൊരു വീഡിയോയിൽ കാണാം. ദിസ് ഈസ് അഖിൽ സൈനിങ് ഓഫ് ഫ്രം സോളാർ. താങ്ക് യു.